മൊഡ്യൂൾ 4 ഫസ്റ്റ് ടോപ്പിക്കാണ് ചൈനീസ് റിമൈൻഡർ തിയറം. അപ്പോൾ ഈ തിയറത്തിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ നമുക്ക് കോൺട്രൻസുകളെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലൈൻ വായിച്ചു നോക്കിയാൽ ക്ലിയർ ആവും. Chinese remainder theorem is used to solve a set of congruent equations with one variable but different moduli which are relatively prime. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. ഒരു കോൺട്രൻറ്റ് ഇക്വേഷൻ അല്ല, ഒന്നിൽ കൂടുതൽ കോൺട്രൻസ് ഇക്വേഷൻസ് ഉണ്ടാകും. എ സെറ്റ് ഓഫ് കോൺട്രൻസ് ഇക്വേഷൻസിന് സോൾവ് ചെയ്യാം. ഈ ഇക്വേഷൻസിന് പ്രോപ്പർട്ടി എന്താ പറഞ്ഞേക്കുന്നത്? വിത്ത് വൺ വേരിയബിൾ. അപ്പോൾ സിംഗിൾ വേരിയബിളുള്ള ഒരു സെറ്റ് ഓഫ് കോൺട്രൻറ്റ് ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ കോൺട്രൻറ്റ് ഇക്വേഷൻസിൻ്റെ എല്ലാ മോഡലേ ഡിഫറെൻ്റ് ആയിരിക്കണം. ഈ ഡിഫറെൻറ്റ് മോഡലേ ആണെന്നുള്ളത് മാത്രമല്ല, ഈ മോഡലേ എന്തായിരിക്കണം? ദ മസ്റ്റ് ബി റിലേറ്റീവ്ലി പ്രൈം ഓൾസോ. റിലേറ്റീവ്ലി പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് നോക്കിയാൽ മതി. നമ്മൾ GCD എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ GCD 1 കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാകാം ഈ മോഡലെല്ലാം റിലേറ്റീവ്ലി പ്രൈം ആണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ചൈനീസ് റിമൈൻഡർ തിയറം പറയുന്നത് ഇപ്പം ഇങ്ങനെയുള്ള ഈ കോൺട്രൻസ് ഇക്വേഷൻസിന് നമുക്കൊരു യുണീക്ക് സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. യുണീക്ക് സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദി മോഡലേ ആർ റിലേറ്റീവ്ലി പ്രൈം. ഈ സെറ്റ് ഓഫ് കോൺട്രൻറ്റ് ഇക്വേഷൻസിന് നമുക്ക് യുണീക്ക് ആയിട്ടൊരു സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ എക്സാമ്പിളാണ് കാണിച്ചത്. നമുക്കിവിടെ കാണാം x is congruent to a1 mod n, x is congruent to a2 mod n2, x is congruent to ak mod nk. അപ്പോൾ ഒരു സെറ്റ് ഓഫ് കോൺട്രൻസ് ഇക്വേഷൻസ് നമുക്ക് ഇവിടെ കാണാം. എല്ലാം സിംഗിൾ വേരിയബിൾ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ലാസ്റ്റ് പറഞ്ഞെന്തായിരുന്നു? ബട്ട് ഡിഫറെൻറ്റ് മോഡലായി മോഡ് n1 n2 എക്സെട്രാ അപ് ടു nk ആണ്. ഇനി അത് മാത്രമല്ല, ഇവിടെ നമുക്ക് സാറ്റിസ്ഫൈഡ് അഡീഷണൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ n1 n2 എക്സെട്രാ അപ് ടു nk എല്ലാം എന്തായിരിക്കണം? ദേ മസ്റ്റ് ബി റിലേറ്റീവ്ലി പ്രൈം. ഇനി അപ്പോൾ നമ്മൾ n1 n2 എക്സെട്രാ അപ് ടു nr എല്ലാം പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണെന്ന് കരുതുക. ആൻഡ് GCD ഓഫ് ni nj ഈക്വൾ ടു 1 വേർ i നോട്ട് ഈക്വൾ ടു j എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഈ GCD രണ്ട് n എടുത്തു കഴിഞ്ഞാൽ, രണ്ട് മോഡൽ എടുത്തു കഴിഞ്ഞാൽ GCD 1 ആണെങ്കിൽ ദാറ്റ് മീൻസ് ദേ ആർ റിലേറ്റീവ്ലി പ്രൈം എന്നാണ്. റിലേറ്റീവ് പ്രൈം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് GCD 1 ആവണം എന്നുള്ള കണ്ടീഷനോട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സെറ്റ് ഓഫ് ഇക്വേഷൻസ് അല്ലെങ്കിൽ ലീനിയർ കോൺട്രൻസുകൾ. x is congruent to a1 mod n1 അങ്ങനെ എത്രയോ ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ടാവാം. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് കണ്ടുപിടിച്ച് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് മോഡലുള്ള സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് യുണീക്ക് ആയിട്ട് സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ സൊല്യൂഷൻ നമ്മൾ കിട്ടുന്ന വാല്യൂ വിൽ ബി കോൺഗ്രുവൻറ്റ് ടു സം പർട്ടിക്കുലർ മോഡ് ക്യാപിറ്റൽ N. ഇനി ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ദിസ് മോഡലെ n1 ഇൻറ്റു n2 എക്സെട്രാ അപ് ടു nr. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാൽക്കുലേഷൻ. നമുക്ക് ഇങ്ങനെ സെറ്റ് ഓഫ് കോൺട്രൻസ് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണം യൂസിങ് ചൈനീസ് റിമൈൻഡർ തിയറം ആണെങ്കിൽ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ N കമ്പ്യൂട്ട് ചെയ്യുക. ഈ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ മോഡലുടെയും പ്രോഡക്റ്റ് ആയിരിക്കും. n1 ഇൻറ്റു n2 എക്സെട്രാ അപ് ടു nr വരെയുള്ള എല്ലാത്തിനെയും പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി മോഡുലോ ക്യാപിറ്റൽ N. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ N തന്നെ കുറേ വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണം. നമുക്ക് മൂന്ന് ഇക്വേഷനാണ് ഇവിടെ ഉള്ളതെങ്കിൽ മൂന്നെണ്ണത്തെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ N1, ക്യാപിറ്റൽ N2, ക്യാപിറ്റൽ N3 എന്ന് പറഞ്ഞാൽ 3 ടേംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇനി ഈ എന്നിൻ്റെ വാല്യൂസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. nk ഈക്വൾ ടു ക്യാപിറ്റൽ N ബൈ സ്മോൾ nk. ഈ ക്യാപിറ്റൽ N നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, എല്ലാ മോഡലുടെയും പ്രോഡക്റ്റ് ആണ്. ഇനി nk എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എടുക്കുമ്പോൾ ദാറ്റ് ഈസ് n1 ഈക്വൾ ടു ഈ എൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്തു ബൈ സ്മോൾ n1 എന്താണ്? നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷനുള്ള മോഡല്. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ ഓരോ n1 n2 n3 മൂന്നും ഐഡൻറ്റിഫൈ ചെയ്യാം. അടുത്ത നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ കുറേ കൂടി ക്ലിയർ ആവും. അപ്പോൾ എത്ര ഇക്വേഷൻസ് ഉണ്ടോ അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ N1, ക്യാപിറ്റൽ N2, ക്യാപിറ്റൽ N3 നമ്മൾ ഫോം ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ ക്യാപിറ്റൽ N ഫോം ചെയ്തു ബൈ ഫൈൻഡിങ് ദ പ്രോഡക്റ്റ് ഓഫ് n1 ടു nr. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എത്ര ഇക്വേഷൻസ് ഉണ്ടോ ആ ഇക്വേഷൻസിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ N1, ക്യാപിറ്റൽ N2, N3 അങ്ങനെ ഫോം ചെയ്യുക യൂസിങ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളൊരു ലീനിയർ കോൺട്രൻസ് ഫോം ചെയ്യാണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞല്ലോ nk. നമ്മുടെ കയ്യിൽ മൂന്ന് ഇക്വേഷൻ ആണുള്ളതെങ്കിൽ 3 ഉണ്ടാവും, n1ഉം n2ഉം n3. ഇനി ആ ഓരോന്നും വെച്ചിട്ട് നമ്മളിവിടെ ഈ കോൺട്രൻസുകൾ ഫോം ചെയ്യുക. അപ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഓരോ കോൺട്രൻസുകൾ ഫോം ചെയ്യാൻ പറ്റും. n1 കറസ്പോണ്ടിങ് ആയിട്ടൊരു കോൺട്രൻസ്, അതുപോലെ n2 വരണം, n3 വരണം. ഇനി അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. nk ഇൻറ്റു എക്സ് ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് സ്മോൾ nk. അപ്പോൾ ഈ സ്മോൾ nk എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളതാണ് ഈ കാണിച്ചിട്ടുള്ള n1 ടു nr. ഈ ക്യാപിറ്റൽ nk നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് നമുക്കറിയാത്ത എന്ത് മാത്രമേ ഉള്ളൂ, ഇതിൽ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോൺട്രൻസിന് നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ nkയുടെയും ഈ സ്മോൾ nkയുടെയും GCD 1 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സിനാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്, മറ്റേത് രണ്ടും നമുക്കറിയാം. അപ്പോൾ എക്സിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടിയ വാല്യൂ xk ആണെന്ന് കരുതുക. ആണെങ്കിൽ ആ xk നമ്മൾ ഈ എക്സിന് പകരം കൊടുത്ത ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ.
അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എൻ കെ ഇൻറ്റു എക്സ് കെ ഈസ് കോൺഗ്രന്റ് ടു 1 mod എൻ കെ. അപ്പോൾ ഈ കോൺഗ്രൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 3 കോൺഗ്രൻസുകൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് 3 ക്യാപിറ്റലും കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ 3 ലീനിയർ കോൺഗ്രൻസുകളും കണ്ടുപിടിച്ചു. ഇനി ഓരോ ലീനിയർ കോൺഗ്രൻസിൽ നിന്ന് നമുക്ക് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും? എക്സിൻ്റെ വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് x1, x2, x3യുടെ വാല്യൂ കിട്ടിയിട്ടുണ്ടാവും ഇത്രയും വരെ എത്തിക്കഴിയുമ്പോൾ. നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിക് സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മളുടെ യൂണിക് സൊല്യൂഷൻ. ദിസ് A1, x1, n1. ഈ A1 എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടും? നമുക്ക് നമ്മുടെ കോൺഫിഡൻസിൽ കാണാം A1, A2 എക്സെട്രാ അപ് ടു AK. അപ്പോൾ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി നമുക്ക് A1, A2, AR വരെയെല്ലാം എടുക്കാം. ഇനി x1, x2, XR നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ സ്റ്റെപ്പ്. ഈ കോൺഫിഡൻസിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും x1, x2, x3 ഓരോ മോഡലിലേക്കും കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ അതാണ് ഈ x1, x2, എക്സെട്രാ അപ് ടു XR. ഇനി ക്യാപിറ്റൽ N1, ക്യാപിറ്റൽ N2, എക്സെട്രാ അപ് ടു ക്യാപിറ്റൽ NR നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചാണ് ഈ വാല്യൂ. അപ്പോൾ അത് മൂന്നും കൂടി ഇട്ട് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ലാസ്റ്റ് കാണുന്നത് എന്താണെന്ന് നോക്കിയാൽ മോഡ് ക്യാപിറ്റൽ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച ക്യാപിറ്റൽ ദാറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഓൾ മോഡൽ N1 ഇൻറ്റു N2 ഇൻറ്റു എക്സെട്രാ അപ് ടു NR. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ യൂണിക് സൊല്യൂഷൻ ഓഫ് ദിസ് പർട്ടിക്കുലർ സെറ്റ് ഓഫ് സൈമിൾട്ടേനിയസ് കോൺഗ്രുവൻറ്റ് ഇക്വേഷൻസ്. ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. സോൾവ് വിച്ച് ആർ ദ ഫോളോയിങ് സെറ്റ് ഓഫ് സൈമിൾട്ടേനിയസ് കോൺഗ്രുവൻസസ്. നമുക്കിവിടെ 3 കോൺഗ്രുവൻസ് തന്നിട്ടുണ്ട്. സിംഗിൾ വേരിയബിൾ ആണ്. ഇനി മോഡലിൽ നോക്കിയാൽ ഒന്ന് 11, ഒന്ന് 29, ഒന്ന് 31 ഉണ്ടല്ലോ. 3 റിലേറ്റീവ്ലി പ്രൈമാണ്. റിലേറ്റീവ്ലി പ്രൈം ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഓരോ പെയർ കൊടുക്കുക, അതിന് GCD ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് GCD 1 ആണ് കിട്ടുന്നതെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ്? ദേ ആർ റിലേറ്റീവ്ലി പ്രൈം. ഇനി നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നമ്മൾ പറഞ്ഞ ക്യാപിറ്റൽ N ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ 3 മോഡലിയുടെ പ്രോഡക്റ്റ് എടുക്കുക. N1 ഇൻറ്റു N2 ഇൻറ്റു N3 ദാറ്റ് ഈസ് 11 ഇൻറ്റു 29 ഇൻറ്റു 31. നമുക്ക് എത്ര കിട്ടി? 9889 കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളിവിടെ 3 ഇക്വേഷൻസ് ആണല്ലോ. അപ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ N1, ക്യാപിറ്റൽ N2, ക്യാപിറ്റൽ N3 എന്ന് പറഞ്ഞാൽ 3 ക്യാപിറ്റൽ N വാല്യൂസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? നേരത്തെ പറഞ്ഞതാണ്. ക്യാപിറ്റൽ N1 ഈക്വൽ ടു ക്യാപിറ്റൽ N ബൈ സ്മോൾ n1. ഇവിടെ 1, ഇവിടെയും 1. ക്യാപിറ്റൽ N1 ഈക്വൽ ടു ക്യാപിറ്റൽ N ബൈ സ്മോൾ n1. ഇനി ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. സ്മോൾ n1 എവിടെയുണ്ട്? നമ്മളുടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. സോ ദിസ് 9889 ഡിവൈഡഡ് ബൈ 11 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ N1 ദാറ്റ് ഈസ് 899. ഇതേപോലെ തന്നെ അടുത്ത 2 ഇക്വേഷൻസും ഫോം ചെയ്യാം. സെക്കൻഡ് ഇക്വേഷനാണ് ഇരിക്കുന്നത് N2 ഈക്വൽ ടു ക്യാപിറ്റൽ N ബൈ സ്മോൾ n2. ഈ ക്യാപിറ്റൽ എൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച തന്നെ 9889. ഇനി ഡിവൈഡ് ചെയ്യേണ്ട സ്മോൾ n2ൻ്റെ വാല്യൂ എന്തായിരിക്കും? 29. ഡിവൈഡ് ബൈ 29 ചെയ്തു 341 കിട്ടി. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ N3 ഈക്വൽ ടു ക്യാപിറ്റൽ N ബൈ സ്മോൾ n3. ക്യാപിറ്റൽ എൻ്റെ വാല്യൂ ഈ പറഞ്ഞത് തന്നെ 9889. N3 എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിലെ തേർഡ് മോഡ്, അതായത് 31. അതവിടെ ഇട്ടു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 319 വാല്യൂ കിട്ടി. അപ്പോൾ ക്യാപിറ്റൽ N1, N2, N3 കിട്ടി. അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ലീനിയർ കോൺഫിഡൻസുകൾ ഫോം ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. N1 ഇൻറ്റു x1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod സ്മോൾ n1. നമ്മൾ നേരത്തെ ഇത് N1ന് പകരം ജനറലൈസ് ചെയ്ത് NK എന്നിട്ടാണ് പറഞ്ഞത്. ഈ കേസിൽ 3 ഇക്വേഷൻസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ 3 കോൺഫിഡൻസുകൾ ഫോം ചെയ്യേണ്ടി വരും. ഇതാണ് ഫസ്റ്റ് കോൺഫിഡൻസ്, ഇതാണ് സെക്കൻഡ് കോൺഫിഡൻസ്. കണ്ടല്ലോ ഡിഫറൻസ് എന്താണ്? ഓരോന്നിനും നമ്മളുടെ ആ ഒരു സഫിക്സ് വരും. 1, 2, 3 എന്നുള്ള ഫോമിൽ എത്ര ഇക്വേഷൻസ് ഉണ്ടോ അതിനനുസരിച്ച്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കോൺഫിഡൻസ് ഇക്വേഷൻ. N1, x1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod സ്മോൾ n1. ഇനി ക്യാപിറ്റൽ N1ൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി 899. x1 നമുക്ക് അറിഞ്ഞുകൂടാ. ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod സ്മോൾ n1 എന്താണ്? നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട് ഫസ്റ്റ് ഇക്വേഷൻ്റെ, ദാറ്റ് ഈസ് 11. അപ്പോൾ ഈ ഇക്വേഷൻ്റെ മീനിങ് എന്താ? കോൺഫിഡൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. A ഈസ് കോൺഗ്രുവൻറ്റ് ടു B mod n. അതാണ് ഇക്വേഷൻ്റെ ഫോം. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ A ഡിഫറൻസ് B, അതായത് A മൈനസ് B എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? ഈ n-ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ A ഈസ് കോൺഗ്രുവൻറ്റ് ടു B mod n എന്ന് പറഞ്ഞാൽ A മൈനസ് B ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് n എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. A മൈനസ് B 899 x1 മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 11 കൊണ്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് 11 ഡിവൈഡ്സ് 891 x1 മൈനസ് 1. ഇനി ഇതിൽ നിന്ന് നമ്മൾ x1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ട്രയൽ ആൻഡ് എറർ അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. x1ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടി? 899 മൈനസ് 1, അതായത് 898 കിട്ടി. അപ്പോൾ 898ന് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റില്ല. നെക്സ്റ്റ് x1ന് 2 കൊടുത്തു. അപ്പോൾ കിട്ടുന്നതും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അപ്പോൾ അങ്ങനെ 3, 4, 5 നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് x1 ഈക്വൽ ടു 7 കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 6292. അതായത് 899 ഇൻറ്റു 7 മൈനസ് 1 ആണ് 6292 എന്ന് പറയുന്നത്. അതിനെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് മീൻസ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ ആണ്
7 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു x1. അപ്പോൾ ഫസ്റ്റ് കോൺഗ്രുവൻസ് ഫോം ചെയ്തു, അതിൻ്റെ സൊല്യൂഷൻ x1 കിട്ടി. ഇതേപോലെ തന്നെ സെക്കൻഡ് കോൺഗ്രുവൻസ് ഫോം ചെയ്യുക, തേർഡ് കോൺഗ്രുവൻസ് ഫോം ചെയ്യുക, എക്സിൻ്റെ സൊല്യൂഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം. സെക്കൻഡ് കോൺഗ്രുവൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് n1 x1 ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ എന്തായി n2 x2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് സ്മോൾ n2. n2ൻ്റെ വാല്യൂ നമുക്ക് 341 ആണ്, x2 നമുക്ക് അറിഞ്ഞുകൂടാ, അത് അവിടെ ഇടുക. ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് സ്മോൾ n2ന് പകരം എന്തിടണം, നമ്മളുടെ സെക്കൻഡ് മോഡിൽ ദാറ്റ് ഈസ് 29. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, a മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 29, അല്ലെങ്കിൽ 29 ഡിവൈഡ്സ് 341 x2 മൈനസ് 1. നമ്മൾ കോൺഗ്രുവൻസിൻ്റെ ബേസിക് ഡെഫിനേഷനാണ് പറയുന്നത്. എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എന്ന് പറഞ്ഞാൽ എ ഡിഫറൻസ് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് n, അല്ലെങ്കിൽ എ ഡിഫറൻസ് ബീനെ നമുക്ക് n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ, അതായത് 341 x2 മൈനസ് 1നെ 29 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. സോ 29 ഡിവൈഡ്സ് 341 x2 മൈനസ് 1. നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രയൽ ആൻഡ് എറർ ട്രൈ ചെയ്യുക. x2ന് 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു, 4 കൊടുത്തു. 4 കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂ സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടും. സോ ദാറ്റ് മീൻസ് x2ൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അതേപോലെ തന്നെ നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ലീനിയർ കോൺഗ്രുവൻസ് ഫോം ചെയ്യുന്നു. n3 x3, ഇവിടുത്തെ n2 x2 എന്തായാലും മാറി, n3 x3 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് സ്മോൾ n3. സ്മോൾ n3 ഏതാണ്, നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ള തേർഡ് മോഡിൽ, ദാറ്റ് ഈസ് 31. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഫോം ചെയ്യാം, n3യുടെ വാല്യൂ നമ്മുടെ ഓൾറെഡി ഉണ്ട് 319. സോ 319 x3 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 31. അപ്പോൾ എങ്ങനെ എഴുതാം, 319 x3 മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു ഈസ് മൾട്ടിപ്പിൾ ഓഫ് 31, അല്ലെങ്കിൽ 31 കൊണ്ട് നമുക്ക് 319 x3 മൈനസ് 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 31 ഡിവൈഡ്സ് 319 x3 മൈനസ് 1. നേരത്തെ പോലെ തന്നെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നോക്കുക. x3 ഈക്വൽ ടു 7 ആകുമ്പോൾ നമുക്ക് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടും. സോ സൊല്യൂഷൻ ഓഫ് x3 ഈസ് 7. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, x1 കിട്ടി, ഇവിടെ നമുക്ക് x1 7 കിട്ടി, x2 ഈക്വൽ ടു 4 കിട്ടി, x3 ഈക്വൽ ടു 7 കിട്ടി. ഇനി നമ്മളുടെ ഈ ഇക്വേഷനിലേക്കെല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ the unique solution of the system is represented as 6 bar, that is equal to a1 x1 n1 plus a2 x2 n2 plus a3 x3 n3 mod capital N. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ തന്നെ കോൺഗ്രുവൻസിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഈ n1 n2 ക്യാപിറ്റൽ n1 n2 n3 കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ ഇക്വേഷൻ അറിയണം. അതുപോലെ ക്യാപിറ്റൽ എന്നിൻ്റെ ഇക്വേഷൻ അറിയണം. ഇത്ര പറഞ്ഞാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് a1 x1 n1. a1 എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും, നമ്മുടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, ദിസ് ഈസ് a1. അപ്പോൾ അത് നമ്മളവിടെ കൊടുത്തു, a1 ഈസ് 5. ഇനി എക്സ്പെൻ്റെ വാല്യൂ നമ്മളവിടെ സോൾവ് ചെയ്തപ്പോൾ കിട്ടി എത്രയാണ്, 7. അത് നമ്മളവിടെ കൊടുത്തു. ഈ ക്യാപിറ്റൽ n1 നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട് 899, അതും കൂടെ കൊടുത്തു. അപ്പം ഫസ്റ്റ് ടൈമായി. അതുപോലെ a2 x2 n2, a2 നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും, a2 ഈസ് 14. x2 എന്താ കിട്ടിയത് നമുക്ക് 4. 14 ഇൻറ്റു 4 ഇൻറ്റു n2 എന്ത് വരും, 341. 14 ഇൻറ്റു 4 ഇൻറ്റു 341. അതുപോലെ a3 x3 n3, a3യുടെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട്, ദാറ്റ് ഈസ് 15. n3 എന്ന് പറഞ്ഞാൽ 319 വരും, x3 എന്ന് പറഞ്ഞാൽ നമുക്ക് 7 ഉണ്ട്. സോ 15 ഇൻറ്റു 319 ഇൻറ്റു 7. ഇനി ലാസ്റ്റ് ഉള്ളത് മോഡ് n, മോഡ് ക്യാപിറ്റൽ n ആണ്. ഫസ്റ്റ് കണ്ടുപിടിച്ച വാല്യൂ ആണ് ക്യാപിറ്റൽ n, ദാറ്റ് ഈസ് 9889. ദാറ്റ് ഈസ് മോഡ് 9889. ഇനി ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, ആഡ് ചെയ്യുക, നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും, ദിസ് മോഡ് 9889. ഈ സാധനത്തിന് എന്ത് ചെയ്യണം, 9889 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് ദ സൊല്യൂഷൻ. അപ്പോൾ ഇതാണ് ചൈനീസ് റിമൈൻഡർ തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള കുറച്ച് കോൺഗ്രുവൻസുകൾ നമുക്ക് തന്നു, ഒന്നിൽ കൂടുതൽ കോൺഗ്രുവൻസുകൾ, അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഈ തന്നിട്ടുള്ള കോൺഗ്രുവൻസ് എല്ലാം സിംഗിൾ വേരിയബിൾ ആയിരിക്കണം, അതുമാത്രമല്ല ഡിഫറെൻറ്റ് മോഡിലെയും ആയിരിക്കണം. ഇത്രയും പോരാ, ഈ മോഡിലെ എല്ലാം റിലേറ്റീവ്ലി പ്രൈമും ആയിരിക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചൈനീസ് റിമൈൻഡർ തിയറം.